ഉണ്ണിമുകുന്ദൻ പണ്ടും ഇന്നും കഴിഞ്ഞ ഇടയ്ക്ക് പോലും, അതായത് പെട്ടെന്ന് ഒരു വിമർശനം അല്ലെങ്കിൽ പ്രകോപിതനാകുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. പല സമയത്തും പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാതെ, ചിലപ്പോൾ ഉണ്ണി മനസ്സുകൊണ്ട് വിചാരിക്കാത്ത കാര്യമായിരിക്കും പുറത്തേക്ക് വരുന്നത്. പക്ഷെ അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലാവുകയും അതിനെ തുടർന്ന് പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ വരാറുണ്ട്. ഇപ്പം ഈ വിവാദങ്ങളൊക്കെ ഒരു പരിധിവരെ സിനിമകളെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. വിമർശനങ്ങൾ പേടിയുണ്ടോ? എനിക്ക് പേഴ്സണൽ ചോദ്യമാണ്. പേടിയുണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്, പേടിയില്ല എന്ന് പറഞ്ഞ പ്രശ്നമാണ്. അല്ല, പേടി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ആ വീഡിയോ ശരിക്കും ഉണ്ണിമുകുന്ദന്റെ കമ്പനി അല്ലെ ഒരു PR-ന്റെ അത് റിമൂവ് ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞു കേട്ടു. അതുകൊണ്ട് തോന്നുകയാണ് എനിക്ക് പേടിയുണ്ടെങ്കിൽ പേടിയുണ്ട്, തോന്നുന്നു പേടിയില്ലെന്ന് വെച്ചാൽ എനിക്ക് പേടിയില്ല. Okay, next question. Last question. Hi. Okay, ഇപ്പൊ രാജുവേട്ടന് ശേഷം ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു നടന്റെ പേരായിട്ടാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. അതും റീജിയണൽ ലാംഗ്വേജിലുള്ള പടമാണ്. അപ്പോൾ ഇത്രത്തോളം സ്പെഷ്യലാണ്. അത് മാത്രമല്ല, ഒരുപക്ഷെ ഈ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഉണ്ണിമുകുന്ദൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ നാഷണൽ ഒരു അപ്രിസിയേഷൻ കിട്ടാൻ പോകുന്ന ഒരു നടനാണെന്ന് അറിയത്തില്ലായിരിക്കും. കാരണം ബിക്കോസ് അന്ന് മാർക്കോ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇത്രത്തോളം സ്പെഷ്യലാണ് ഈ ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് ഒന്ന് റിവൈൻഡ് ചെയ്ത് ചിന്തിച്ചു കൊടുക്കുന്നത്. ഗെറ്റ് സെറ്റ് ബേബി ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സ്പെഷ്യലാണ്. ബിക്കോസ് വിനയ് ഗോവിന്ദനോട് തൊട്ട് മുന്നേ ഒരു പടം ചെയ്യാനിരുന്നതാണ്. അപ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞാണ് ഈ സിനിമ ചെയ്യുന്നത്. ഉണ്ണിയുടെ കൂടെയും ഈ പറയുന്നത് പോലെ ഒരുപാട് സിനിമകൾക്കുള്ള ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു. നമുക്കിപ്പം ചിലത് ചെയ്യാൻ പറ്റാറില്ല, ചിലത് ഡേറ്റ്സ് എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ചിലത് എന്തെങ്കിലുമൊക്കെ സാഹചര്യം കാരണം അത് മാറിപ്പോകാറില്ല. അപ്പം ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു സിനിമ വന്ന് എല്ലാം കറക്റ്റായിട്ട് വന്നത്. സോ അങ്ങനെ ചെയ്തപ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് മാർക്കോ അത് കഴിഞ്ഞാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഉണ്ണി മാർക്കോ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ എക്സൈറ്റഡ് ആണെന്ന് നമുക്കറിയാം.